നമസ്കാരം പ്രിയമുള്ളവരെ. സമകാലിക ഇന്ത്യയിൽ നമ്മൾ എക്സിറ്റ് പോളുകളെ എച്ചിൽ പോളുകൾ എന്നാണ് പറയുന്നത്. കാരണം ഭരിക്കുന്ന പാർട്ടികളുടെ എച്ചിൽ കഷ്ണങ്ങൾ കിട്ടും എന്ന വ്യാമോഹം കൊണ്ട് ഏജൻസികൾ പടച്ചുവിടുന്നതാണ് മിക്ക എക്സിറ്റ് പോളുകളും. അത് മിക്കപ്പോഴും ഇലക്ഷൻ്റെ റിസൾട്ട് വരുമ്പോൾ യാഥാർത്ഥ്യവുമായി പുലബന്ധം പോലും വെച്ചു പുലർത്താത്തതാണ്. 2024 ഇന്ത്യ ജനറൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് നമ്മൾ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയതാണ്. വലിയ ഭൂരിപക്ഷം 400-ലധികം സീറ്റുകൾ BJPക്ക് ഒറ്റയ്ക്ക് പ്രവചിച്ച എക്സിറ്റ് പോളുകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ തെറ്റിപ്പോകുന്നതാണ് യഥാർത്ഥത്തിൽ വന്നു ഭവിച്ചത്. അതുപോലെ തന്നെ ഒരുപക്ഷെ ബീഹാറിൻ്റെ കാര്യത്തിലും സംഭവിക്കും എന്ന ഒരു വിശകലനങ്ങൾ മാധ്യമങ്ങൾ പുറത്തുവിടുന്നുണ്ട്. ചില രാഷ്ട്രീയ നിരൂപകരും അത്തരത്തിൽ ചിന്തിക്കുന്നുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. പ്രത്യേകിച്ചും ഈ അഭിപ്രായ സർവേകളൊക്കെ പുറത്തുവിടുന്നത് ഇലക്ഷന് മുമ്പാണ്. അത് ഈ ചാഞ്ചാടി നിൽക്കുന്ന ഒരു വിഭാഗം ആളുകളെ, ജയിക്കുന്ന പാർട്ടിക്ക് ഇടുന്ന ഒരു വിഭാഗം ആളുകളുണ്ട് വോട്ട്, അവരുടെ വോട്ടുകൾ വിജയിക്കുന്ന പാർട്ടിയിലേക്ക് കേന്ദ്രീകരിപ്പിക്കുവാൻ വേണ്ടിയാണ്. അതൊക്കെ വലിയ രീതിയിൽ 1% വോട്ട് പോലും ഒരു മണ്ഡലത്തിൻ്റെ വിജയപരാജയ സാധ്യതകളെ സ്വാധീനിക്കാറുണ്ട്. 10, 200, 300 വോട്ടുകൾക്കൊക്കെ വിജയിക്കുന്ന മണ്ഡലങ്ങളുണ്ട്. അവിടെയൊക്കെയും ഈ അഭിപ്രായ സർവേകൾ, അതായത് ഇലക്ഷന് മുമ്പ് ഏജൻസികൾ എടുക്കുന്ന സർവേകൾ രാഷ്ട്രീയ പാർട്ടികളെ അനുകൂലിക്കാറുണ്ട്. വിജയിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് അനുകൂലമായി വോട്ടിടുന്ന ആളുകൾ അങ്ങനെയൊക്കെ അഭിപ്രായ സർവേകളുടെ ഫലങ്ങൾ സ്വാധീനിക്കാറുണ്ട്. എക്സിറ്റ് പോളുകൾ എന്ന് പറയുന്നത് ഇലക്ഷന് വോട്ടിട്ട് പുറത്തു വരുന്ന ആളുകളുടെ അഭിപ്രായം സ്വീകരിച്ച് ഉണ്ടാക്കുന്ന സർവേകളാണ്. അത് മിക്കപ്പോഴും ഉണ്ടാക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ ആടിച്ചാടി നിൽക്കുന്ന ഘടകകക്ഷികളെയൊക്കെ വിജയിക്കുന്ന മുന്നണിക്കൊപ്പം നിൽക്കുവാനുള്ള ഒരു ശ്രമം അതിൻ്റെ ഫലമായി ഉണ്ടാകും എന്നതുകൊണ്ടാണ്. എന്തായാലും ഇതിൻ്റെ ആധികാരികതയൊക്കെ എത്രത്തോളം ശരിയാണ് എന്ന രീതിയിൽ വലിയ ചോദ്യങ്ങൾ ഉയരുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. പ്രത്യേകിച്ചും ബീഹാർ ഇലക്ഷൻ്റെ റിസൾട്ട് നാളെ പ്രഖ്യാപിക്കാനിരിക്കവേ എക്സിറ്റ് പോളുകളൊക്കെ ധാരാളം പുറത്തു വന്നിട്ടുണ്ട്. ബീഹാറിൻ്റെ ഒരു ചരിത്രമെടുത്താൽ എക്സിറ്റ് പോളുകൾ യാഥാർത്ഥ്യമായ വളരെ അപൂർവം നിമിഷങ്ങളേ ഉള്ളൂ. ഒരു നാഷണൽ ശരാശരി എടുത്താൽ 56% മാത്രമാണ് ബീഹാറിൻ്റെ കാര്യത്തിൽ എക്സിറ്റ് പോളുകൾ ശരിയായിട്ടുള്ളത്. നമ്മൾ 2020 ബീഹാർ എക്സിറ്റ് പോളുകളുടെ ഒക്കെ ഒരു ഫലമെടുത്താൽ ന്യൂസ് 80 ചാണക്യ എന്ന് പറയുന്ന പ്രമുഖ ചാനൽ അവിടെ NDAക്ക് വെറും 55 സീറ്റാണ് പ്രവചിച്ചിട്ടുള്ളത്. മഹാഗഠബന്ധന് 180 സീറ്റ് പ്രവചിച്ചു. പക്ഷേ ഇലക്ഷൻ റിസൾട്ട് വളരെ വ്യത്യസ്തമായിരുന്നു. അതുപോലെ ഇന്ത്യ ടുഡേയും ആജ്തക്കും ഒന്നിച്ചു ചേർന്ന് നടത്തിയ സർവേയിൽ 139 സീറ്റ് മുതൽ 161 സീറ്റ് വരെയാണ് RJDയും കോൺഗ്രസും ചേർന്ന മുന്നണിക്ക് പ്രവചിച്ചിരിക്കുന്നത്. പക്ഷേ നമ്മൾക്ക് കിട്ടിയ സീറ്റ് എത്രയാണെന്നറിയാം. പക്ഷേ പിമാർക്കാണ് അവിടെ കുറച്ചുകൂടി യാഥാർത്ഥ ഫലവുമായിട്ട് സാമ്യം വരുന്ന ഒരു റിസൾട്ട് പറഞ്ഞിട്ടുള്ളത്. 2020 നിയമസഭാ ഇലക്ഷനിൽ 123 മുതൽ 135 സീറ്റ് വരെ NDAക്ക്, 104 മുതൽ 115 സീറ്റ് വരെ മഹാഗഠബന്ധന്. അത് ഏകദേശം ശരിയായി വന്നിട്ടുണ്ട്. കാരണം NDAക്ക് 125 സീറ്റ് ലഭിക്കുന്നു, മഹാഗഠബന്ധന് 110 സീറ്റ് ലഭിക്കുന്നു. 2020 ഒരു എക്സിറ്റ് പോളുടെ റിസൾട്ട് ബീഹാറിനെ സംബന്ധിച്ച് അക്യുറേറ്റ് ആയിട്ട് വരുന്നത് പിമാർക്കിൻ്റെ സർവേയാണ്. അവരിപ്പോൾ 2025 ഈ നാളെ റിസൾട്ട് വരുവാൻ പോകുന്ന ഇലക്ഷൻ്റെ പ്രവചനം എങ്ങനെ നടത്തിയിരിക്കുന്നു എന്ന് വെച്ചാൽ NDAക്ക് 142 മുതൽ 162 വരെ സീറ്റ് ലഭിക്കുന്നു. MGBക്ക് മഹാഗഠബന്ധന് 80 മുതൽ 98 സീറ്റ് വരെ ലഭിക്കുന്നു. ബാക്കി മിക്ക സർവേകളും കഴിഞ്ഞ പ്രാവശ്യം പരാജയമായിരുന്നു. പിമാർക്കിൻ്റെ സർവേ ഏകദേശം സമമായി വരുന്നുണ്ട് സീറ്റുകളുടെ കാര്യത്തിലൊക്കെ. അവർ പറയുന്ന ഒരു സർവേ അനുസരിച്ച് ഇപ്പോഴും NDA സഖ്യത്തിനാണ് മുൻതൂക്കം. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ അവർ സീറ്റ് മെച്ചപ്പെടുത്തുന്ന ഒരു സ്ഥിതിവിശേഷമായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ അത് എത്രത്തോളം പ്രായോഗികമായി വരുമെന്ന് കാണുന്നില്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യത്തെ സർവേ ശരിയായെങ്കിലും ഇപ്രാവശ്യം അത് ശരിയാകണമോ എന്നില്ല. കാരണം ഈ ചക്ക വീണ് മുയൽ ചത്തതുപോലെയാണ് മിക്ക സർവേകളുടെയും ഒക്കെ അവസ്ഥ എന്നിരിക്കെ. എന്തായാലും ഗ്രൗണ്ട് റിപ്പോർട്ടുകളിൽ നിന്ന് ലഭിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ബീഹാറിലെ പ്രാദേശിക മാധ്യമങ്ങൾ, പ്രാദേശിക TV ചാനലുകളൊക്കെ മഹാഗഠബന്ധൻ്റെ ഒരു വിജയം പ്രവചിക്കുന്നുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ ഈ അവസരത്തിൽ ചേർത്ത് വെക്കേണ്ടതുണ്ട്. എന്തായാലും റിസൾട്ട് നാളെ വരുമ്പോൾ മാത്രമേ അതിൻ്റെ ഒരു ആധികാരികതയെക്കുറിച്ച് വ്യക്തമാകുകയുള്ളൂ. പ്രത്യേകിച്ച് 2-3 കാരണങ്ങൾ രണ്ട് മുന്നണികൾക്കും അനുകൂലമായി വരുന്നു എന്ന സ്ഥിതിവിശേഷമുണ്ട്. സീമാഞ്ചൽ, മുസ്ലിങ്ങൾക്ക് വളരെ അധികം ഭൂരിപക്ഷമുള്ള പ്രദേശം, മുസ്ലിങ്ങൾക്ക് വലിയ വോട്ട് ബാങ്കുള്ള പ്രദേശം, അവിടെ കുറച്ചധികം സീറ്റുകൾ കഴിഞ്ഞ പ്രാവശ്യം ഒവൈസിയുടെ പാർട്ടി AM അവിടെ വോട്ട് സ്പ്ലിറ്റ് ചെയ്തതിൻ്റെ, മുസ്ലിം വോട്ട് സ്പ്ലിറ്റ് ചെയ്തതിൻ്റെ ഭാഗമായി RJDയും കോൺഗ്രസും തോറ്റിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാകില്ല എന്ന ഒരു നിഗമനമാണ് അവിടെ നടത്തുന്നത്. കാരണം ആ സ്പ്ലിറ്റ് BJP അധികാരത്തിലെത്തിക്കുന്നു എന്നൊരു തിരിച്ചറിവ് മുസ്ലിം
ന്യൂനപക്ഷം നടത്തുന്നു. അതുകൊണ്ട് ആ വോട്ട് ഇപ്രാവശ്യം ആർ ജെ ഡിക്കും കോൺഗ്രസിനും അനുകൂലമായി മാറും. അതുകൊണ്ട് സീമാഞ്ചൽ മേഖലയിൽ നിന്ന് മഹാഗഠബന്ധൻ കൂടുതൽ സീറ്റ് നേടും എന്ന ഒരു സ്ഥിതിവിശേഷം പ്രാദേശികമായി തന്നെ അവിടുത്തെ രാഷ്ട്രീയ നിരൂപകർ ചർച്ച ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം കൂടിയുണ്ട്. മറ്റൊന്ന്, എൻ ഡി എ സംബന്ധിച്ച് അനുകൂലമാകുന്ന ഒരു ഘടകം എൽ ജെ പി, ചിരാഗ് പാസ്വാന്റെ എൽ ജെ പി കഴിഞ്ഞ പ്രാവശ്യം 135 സീറ്റിൽ മത്സരിച്ചിട്ടുണ്ടായിരുന്നു. ഒരു സീറ്റ് മാത്രമായിരുന്നു നേടിയിരുന്നത്. അവർ നേരത്തെ എൻ ഡി എയുടെ ഭാഗമായിരുന്നുവെങ്കിലും കഴിഞ്ഞ പ്രാവശ്യം അവർ ബി ജെ പി മത്സരിച്ച സീറ്റുകളിൽ മത്സരിക്കാതെ ജെ ഡി യു മത്സരിച്ച സീറ്റുകൾ 135 സ്ഥലത്ത് സ്ഥാനാർത്ഥികൾ നിർത്തിയിരുന്നു. അത് ബി ജെ പിയും എൽ ജെ പിയും ചിരാഗ് പാസ്വാനും തമ്മിലുള്ള ഒരു ഒത്തുകളിയായിരുന്നു. അതായത് നിതീഷ് കുമാറിൻ്റെ പ്രാധാന്യം ബീഹാർ രാഷ്ട്രീയത്തിൽ കുറയ്ക്കുക, ബി ജെ പിക്ക് മുഖ്യമന്ത്രിയാകുക എന്നൊരു ലക്ഷ്യം വെച്ച് നടത്തിയതായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ കളികൾ നടത്തിയാൽ പണി കിട്ടുമെന്ന് ബി ജെ പിക്കും ചിരാഗ് പാസ്വാനും അറിയാവുന്നത് കൊണ്ട് തന്നെ ഇത്തവണ ഒന്നിച്ചാണ് മത്സരിച്ചത്. അതിൻ്റെ ഒരു ബെനിഫിറ്റ് ഒരു പക്ഷേ എൻ ഡി എക്ക് കിട്ടും എന്ന ഒരു വിശകലനം വരുന്നുണ്ട് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. അതെന്തായാലും ഒരുപക്ഷെ ബി ജെ പിയെ സംബന്ധിച്ച് വലിയ ഒരു രീതിയിലുള്ള മുൻതൂക്കം നൽകിയേക്കും. മറ്റൊരു കാര്യം, ഇന്ത്യ മുന്നണിക്ക് അനുകൂലമായി വരുന്നൊരു കാര്യവും രാഷ്ട്രീയ നിരീക്ഷകർ ചർച്ച ചെയ്യുന്നുണ്ട്. വികാസ്ശീൽ ഇൻസാൻ പാർട്ടി കഴിഞ്ഞ പ്രാവശ്യം അവർ ബി ജെ പിക്കും എൻ ഡി എക്കൊപ്പമായിരുന്നു. ഇപ്രാവശ്യം അവർ ഇന്ത്യ മുന്നണിക്കൊപ്പം വന്നിട്ടുണ്ട്. 14 സീറ്റിൽ അവർ മത്സരിക്കുന്നുണ്ട്. മുകേഷ് സാഹിയെ, അതിൻ്റെ നേതാവിനെ ഉപമുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് ഇന്ത്യ മുന്നണി പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോൺഗ്രസ് അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നുണ്ട്. അതായത് കോൺഗ്രസിന് ലഭിക്കേണ്ടിയിരുന്ന ഉപമുഖ്യമന്ത്രി സ്ഥാനം ഈ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിയെ കൊണ്ടുവരുന്നതോടുകൂടി തങ്ങൾക്ക് വേണ്ട അത് അവർ വികാസ് ഇൻസാൻ പാർട്ടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് കോൺഗ്രസ് ഒരു വിട്ടുവീഴ്ച അവിടെ ഇന്ത്യ മുന്നണിക്ക് വേണ്ടി കാണിക്കുന്നുണ്ട് എന്നതും യാഥാർത്ഥ്യമാണ്. അതായത് ചില ഘടകങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ എൽ ജെ പി ഇപ്പോൾ പൂർണ്ണമായും എൻ ഡി എ മുന്നണിക്കൊപ്പം നിന്ന് സ്ഥാനാർത്ഥികളെ, ജെ ഡി യുവിനെതിരെ സ്ഥാനാർത്ഥികളെ നിർത്താതിരിക്കുന്ന ഒരു കാര്യം, അത് എൻ ഡി എ മുന്നണിക്ക് അനുകൂലമായി വരുമ്പോൾ ഈ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി എൻ ഡി എ മുന്നണി വിട്ട് ഇന്ത്യ മുന്നണിയിൽ എത്തിയത് ഇന്ത്യ മുന്നണി, അതായത് ബീഹാറിൽ എം ജി പി എന്നറിയപ്പെടുന്ന മുന്നണിക്ക് അനുകൂലമാകുന്നു. മാത്രമല്ല എ എമ്മിന്, ഒവൈസിയുടെ പാർട്ടിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ സീമാഞ്ചൽ മേഖലയിൽ വോട്ട് പിടിക്കുവാൻ കഴിയില്ല. മുസ്ലിം വോട്ടുകൾ കോൺഗ്രസിനും ആർ ജെ ഡിക്കുമായി വീഴും എന്ന രാഷ്ട്രീയ നിഗമനം രാഷ്ട്രീയ നിരൂപകർ പ്രാദേശികമായി നടത്തപ്പെടുന്നുണ്ട്. മാത്രമല്ല ആ പ്രദേശങ്ങളിൽ മുസ്ലിം മേഖലകളിൽ വലിയ രീതിയിലുള്ള വോട്ട് വർധനവുണ്ടായിട്ടുണ്ട് എന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഈ വോട്ട് വർധനവ് ഇനി പുറത്തുനിന്നുള്ള ആളുകളെ കൊണ്ട് ഇടിപ്പിച്ചതാണെങ്കിൽ അതൊരു പക്ഷേ കോൺഗ്രസിനും ആർ ജെ ഡിക്കും തിരിച്ചടിയാകും. എന്തായാലും ആ മേഖലയിലെ വോട്ട് വർധനവും ഈ വികാസ്ശീൽ ഇൻസാൻ പാർട്ടി എൻ ഡി എ വിറ്റ് ഇന്ത്യ മുന്നണിയിലേക്കും, ബീഹാറിൽ ആ മുന്നണി മഹാഗഠബന്ധൻ എന്നാണ് അറിയപ്പെടുന്നത്, ആ മുന്നണിയിലേക്ക് വന്നതും ഇന്ത്യ മുന്നണിക്ക് അനുകൂലമാകും എന്നൊരു വിശകലനവും നടക്കുകയാണ്. എന്തായാലും ഈ ഇന്ത്യയിലെ സമകാലിക ഇന്ത്യയുടെ ഒരു എക്സിറ്റ് പോളുകളുടെ ഒക്കെ ഒരു അവലോകനം നടത്തുകയാണെങ്കിൽ കൂടുതലും പരാജയമായിരുന്നു എന്ന് തന്നെയാണ് വാസ്തവം. അതുകൊണ്ട് ബീഹാറിൻ്റെ ഒരു എക്സിറ്റ് പോളിൻ്റെയും പ്രവചനങ്ങൾ വിശ്വസിക്കുവാൻ പറ്റുന്നില്ല എന്നാണ് പരമപ്രധാനമായ യാഥാർത്ഥ്യം. നാളെ റിസൾട്ട് വരുന്നതുവരെ കാത്തിരിക്കുകയേ നിർവാഹമുള്ളൂ. തൽക്കാലം ഈ വീഡിയോയുമായി ഇവിടെ വാങ്ങുന്നു. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ ജയ് ഹിന്ദ്.